ഹായ് കൂട്ടുകാരെ, ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷുവിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ. ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം 1 വിഷു നാം ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന വിഷുക്കാലത്ത് പൂത്തുനിൽക്കുന്നത് നയനസുഖമുള്ള ഒരു കാഴ്ച തന്നെയാണ്. വിഷു ആഘോഷത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. 3 ഐതിഹ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തേത്, രാവണൻ്റെ മേൽ രാമൻ നേടിയ വിജയം വിഷുവായി ആഘോഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. വേറൊന്ന് പറയുകയാണെങ്കിൽ, രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നും അതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസം ഉണ്ട്. വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, വിഷു സദ്യ, പടക്കം പൊട്ടിച്ച് ആനന്ദിക്കുക, ഇവയൊക്കെയാണ്. വിഷുവിൻ്റെ തലേ ദിവസം വീടിൻ്റെ പരിസരത്തിലെ ചപ്പുചവറുകൾ അടിച്ചുവാരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതോടെ വീടുകളിൽ പടക്കം പൊട്ടിച്ചു തുടങ്ങും. ഇത് വിഷുനാളിലും കാലത്ത് കണി കണ്ട ശേഷവും വൈകുന്നേരം വരെയും തുടരും. വിഷുക്കണി കാണലാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി ഒരുക്കുന്നതും അത് കാണിക്കുന്നതും. അതിന് അർഹതപ്പെട്ടവരാണ് അവർ. മനോഹരമായ ഓട്ടുരുളിയിൽ നെല്ലും അരിയും പാതി നിറച്ച് കൂടെ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടയ്ക്കയും വെറ്റിലയും കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ എന്നിവയും കൂടാതെ കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരത്തിൻ്റെ പകുതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. മഞ്ഞ നിറമുള്ള കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ പ്രധാനമാണ്. പ്രായമായ സ്ത്രീ രാത്രിയിൽ കണിയൊരുക്കി ഉറങ്ങാൻ കിടക്കും. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത്. കുടുംബത്തിലുള്ള എല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കാണിക്കും. തുടർന്ന് പല വൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കാണിക്കും. കണി കണ്ടതിന് ശേഷം ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ കുടുംബാംഗങ്ങൾക്ക് വിഷുക്കൈനീട്ടം സമ്മാനമായി നൽകും. ആദ്യകാലങ്ങളിൽ സ്വർണം, വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു. വർഷം മുഴുവൻ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം കൊടുക്കുന്നത്. പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണയായി കൈനീട്ടം കൊടുക്കുന്നത്. എങ്കിലും ചിലയിടങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാറുണ്ട്. പ്രത്യേകിച്ച് സ്വന്തമായി വരുമാനമുള്ളവരാണ് ഇങ്ങനെ ചെയ്തു വരുന്നത്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ. സദ്യയിൽ മാമ്പഴപ്പുളിശ്ശേരി നിർബന്ധമാണ്. ചക്കയുമായി ബന്ധപ്പെട്ട എരിശ്ശേരിയോ പ്രഥമനോ കാണണം. തൊടികളിൽ ചക്കയും മാങ്ങയും നിറഞ്ഞു നിൽക്കുന്ന കാലമായതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്. വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് നിരവധി ആചാരങ്ങൾ കൃഷിയെ സംബന്ധിച്ച്
നിലനിൽക്കുന്നുണ്ട്. ചാലിടിയിൽ കർമ്മം, കൈക്കോട്ടുചാൽ, വിഷുക്കരിക്കൽ, വിഷുവേല, വിഷുവെടുക്കൽ, പത്താമുദയം ഇവയൊക്കെ വിവിധ ആചാരങ്ങളാണ്. വിഷു സദ്യയ്ക്ക് മുൻപായിട്ട് നടത്തുന്ന ഒരാചാരമാണ് ചാലിടിയിൽ. വിഷു ദിവസം ആദ്യമായി നിലം ഉഴുതുമറിച്ച് വിത്ത് ഇടുന്നതിന് ചാലിടിയിൽ എന്നാണ് പറയുന്നത്. അന്ന് കന്നുകാലികളെ കുളിപ്പിച്ച് കുറിതൊട്ട് കൊന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കൃഷിസ്ഥലത്ത് എത്തിക്കുന്നു. തുടർന്ന് പുതിയ കാർഷികോപകരണം ഉപയോഗിച്ച് കന്നുകാലികളെ പൂട്ടി നിലം ഉഴുതുമറിക്കുന്നു. അതിനുശേഷം ചാലുകളിൽ അവിൽ, മലർ എന്നിവ നേദിക്കുന്നു. ഇതൊക്കെയാണ് സദ്യയ്ക്ക് മുൻപ് നടക്കുന്നത്. പിന്നീട് സദ്യ കഴിഞ്ഞ ശേഷം നടത്തുന്ന ഒരു ആചാരമാണ് കൈക്കോട്ടുചാൽ. പുതിയ കൈക്കോട്ടിനെ കഴുകി കുറിതൊട്ട് കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതിനെ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് പൂജിക്കും. തുടർന്ന് കുറച്ച് കൊത്തിക്കിളയ്ക്കുന്നു. തുടർന്ന് കിളച്ച ഭാഗത്ത് കുഴിയെടുത്ത് അതിൽ ധാന്യങ്ങൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ ഒരുമിച്ച് നടുന്നു. ഇതാണ് കൈക്കോട്ടുചാൽ ആചാരം. പാടങ്ങളിൽ കൃഷി ഇറക്കിക്കഴിഞ്ഞ കർഷകർ പറമ്പ് കൃഷിയിലും തുടക്കമിടുന്നു എന്ന് വരുത്തുന്നതിനാണ് ഈ ആചാരം നടത്തുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഏവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. താങ്ക് യു.